Welcome to Be Happy. It's me, Alphin. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾക്ക് എങ്ങനെയാണ് eSanjeevaniക്കകത്ത് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നതും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുക എന്നതുമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം eSanjeevani എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ വീട്ടിലിരുന്ന് ഡോക്ടറിനെ കാണാനുള്ള ഒരു സർവീസ് ആണ്. ഈ ഒരു സർവീസ് ഫ്രീ ആണ്. നമ്മൾ ഇതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ഈ ഒരു സർവീസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയും മൈക്കും ഓൺ ചെയ്യാനുള്ള സൗകര്യവും ഇതിനകത്ത് ഉണ്ട്. നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഡോക്ടർ നമ്മൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷനും തരും, അതായത് വാങ്ങിക്കേണ്ട മരുന്നിന്റെ ലിസ്റ്റ്. ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വാങ്ങിക്കേണ്ട മരുന്നെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യാം, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് eSanjeevaniക്കകത്ത് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ eSanjeevaniOPD.in എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റിലോട്ടാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു വെബ്സൈറ്റിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ eSanjeevaniOPD.in/Kerala എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് ഇത് തമിഴിൽ വേണമെന്നുണ്ടെങ്കിൽ eSanjeevaniOPD.in/തമിഴ്നാടു എന്ന് സെർച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ eSanjeevaniOPD.in എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു സൈറ്റിൽ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾക്ക് നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് കേരള ആണ്. നമ്മൾക്ക് ഇവിടെ താഴെ ജനറൽ OPD വേണോ സ്പെഷ്യാലിറ്റി OPD വേണോ എന്ന് നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ജനറൽ OPD ആണ്. നമ്മൾ ഇവിടെ ജനറൽ OPD വേണോ സ്പെഷ്യാലിറ്റി OPD വേണോ എന്ന് ചൂസ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മളുടെ OPD സെലക്ട് ചെയ്യാം. നമ്മൾക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾക്ക് കോവിഡ് eSanjeevani OPD കേരള ചൂസ് ചെയ്യാം. ഇനി നമ്മൾക്ക് ജനറൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾക്ക് ജനറൽ eSanjeevani OPD കേരള ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ജനറൽ eSanjeevani OPD കേരള ആണ്. ഇതിനുശേഷം നമ്മൾക്ക് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് 30 സെക്കൻഡിനുള്ളിൽ നമ്മളുടെ മൊബൈലിലോട്ട് വന്നിരിക്കുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ നമ്മളുടെ OTP ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾക്ക് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ അഡ്രസ്സ്, സിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഏജ് ഇവയൊക്കെ നമ്മൾ പൂരിപ്പിച്ചിരിക്കണം. നമ്മൾക്ക് നമ്മളുടെ ഫസ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മൾ നമ്മളുടെ പേര് കൊടുത്ത ശേഷം നമ്മൾക്ക് നമ്മളുടെ ജെൻഡർ ചൂസ് ചെയ്യാം. നമ്മൾ നമ്മളുടെ ജെൻഡർ ചൂസ് ചെയ്ത ശേഷം നമ്മൾക്ക് നമ്മളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ ഏജ് സെലക്ട് ചെയ്യാം. നമ്മൾ നമ്മളുടെ ഏജ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ സ്റ്റേറ്റ് കിടക്കുന്നത് കേരള തന്നെ ആയിരിക്കും. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾക്ക് സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് മീനച്ചിൽ ചൂസ് ചെയ്യുകയാണ്. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അത് മാൻഡേറ്ററി ആയിട്ടും നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കണം.
നമ്മൾ നമ്മളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾക്ക് നമ്മളുടെ പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മൾ നമ്മളുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾക്ക് നമ്മളുടെ ഹെൽത്ത് റെക്കോർഡ് അപ്ലോഡ് ചെയ്യാനാണ്. ഒന്നെങ്കിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇനി താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ജനറേറ്റ് പേഷ്യൻ്റ് ഐ ഡി ആൻഡ് ടോക്കൺ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് പേഷ്യൻ്റ് ഐ ഡിയും ടോക്കൺ നമ്പറും നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് ഇവിടെ ഒന്നെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഐ ഡിയോ ടൈപ്പ് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ പേഷ്യൻ്റ് ഐ ഡി ടൈപ്പ് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ടോക്കൺ നമ്പർ ടൈപ്പ് ചെയ്യാം. നമ്മൾ നമ്മളുടെ പേഷ്യൻ്റ് ഐ ഡിയും ടോക്കൺ നമ്പറും ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾക്ക് ഇവിടെ ക്യൂ നമ്പർ അറിയുവാനായിട്ട് ചെക്ക് കറണ്ട് ക്യൂ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിൽ വെയിറ്റിംഗ് റൂം എന്നതിൻ്റെ താഴെ നമ്മൾക്ക് നമ്മളുടെ ടോക്കൺ നമ്പറും അതേപോലെ തന്നെ ക്യൂ നമ്പറും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് അതിൻ്റെ താഴെ കോവിഡ് വരാതിരിക്കാനുള്ള കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പുറത്ത് നമ്മൾക്ക് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. നമ്മളുടെ നെയിം, പേഷ്യൻ്റ് ഐ ഡി, ഏജ്, ജെൻഡർ, നമ്പർ, സിറ്റി തുടങ്ങിയത്. ക്യൂവിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾക്ക് കോള് വരുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്മളുടെ ഹെൽത്ത് റെക്കോർഡ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നേരം നമ്മൾക്ക് നമ്മളുടെ ഹെൽത്ത് റെക്കോർഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്ന്. നമ്മൾക്ക് ഇവിടെ ചെക്ക് കറണ്ട് ക്യൂ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ക്യൂ നമ്പർ 6 നിന്ന് 5 വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ 5 4 ആവും, 4 3 ആവും, അതുപോലെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈം ലിമിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് 2 ആണ് നമ്മളുടെ ക്യൂ നമ്പർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു സൈഡിൽ നിന്നും ഇപ്പോൾ ഡോക്ടേഴ്സ് എത്ര പേര് ഓൺലൈനിലുണ്ട് എന്നും എത്ര പേര് കൺസൾട്ട് ചെയ്യുന്നുണ്ട് എന്നും നമ്മൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മളുടെ ക്യൂ നമ്പർ 1 നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഡോക്ടർ നമ്മളെ കോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കോൾ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഹലോ, കേൾക്കാവോ? അങ്ങനെ ബിപി ഒന്നും ഇല്ലല്ലോ, പ്രഷർ ഒന്നും ഇല്ലല്ലോ അല്ലേ? ബിപി ഒക്കെ വളരെ നോർമലാണ്. ഇപ്പോൾ ഡേറ്റ സിങ്ക് ആയിട്ടുണ്ട്. ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടത്താൻ പറ്റുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഫെസിലിറ്റിയാണ്. നമ്മള് ഇപ്പൊ ഇത്രയും കേസ് കൂടുമ്പോൾ ഒപിയിൽ ഇരിക്കുന്നതും റിസ്ക് ആയതുകൊണ്ടേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആണെങ്കിൽ ടെലികൺസൾട്ടേഷൻ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീട്ടിൽ നിന്നാണ് കൺസൾട്ടേഷൻ ഡോക്ടർ? അതെ വീട്ടിൽ തന്നെ. പൊതുവെ ഇതിനെ കുറിച്ച് പബ്ലിക് അറിയേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ഒന്ന് കൂട്ടിച്ചേർത്താൽ ഉപകാരം.
eSanjeevani ഇതുപോലെ ഈ കോവിഡിന്റെ സമയത്താണ് ഇവിടെ തുടങ്ങിയത്. അപ്പൊ നമുക്ക് കോവിഡ് OP ആയിട്ടും ഉണ്ട്. കോവിഡ് പേഷ്യൻസ് വീട്ടിലിരിക്കുന്ന ഐസൊലേറ്റഡ് പേഷ്യൻസിനും എന്തെങ്കിലും കോവിഡ് സംബന്ധമായ രോഗങ്ങളും മരുന്നുകളും കാര്യങ്ങളും അവർക്ക് വെളിയിൽ പോകാനൊന്നും പറ്റത്തില്ലല്ലോ, ക്വാറന്റൈൻ ആയതുകൊണ്ട്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് കോവിഡ് OP ഉണ്ട്. അതല്ലാതെ സ്പെഷ്യലിസ്റ്റ് OP വേറെ ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് പീഡിയാട്രിക്സ്, മെഡിസിൻ അങ്ങനെ സ്പെഷ്യലിസ്റ്റ് OPയും വേറെ ഉണ്ട്. അത് രാവിലെ മുതൽ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. രാവിലെ 8 തൊട്ട് 2 വരെ, പിന്നെ ഉച്ച 2 തൊട്ട് 8 വരെ. ഈ 2 ഷെഡ്യൂൾ ടൈമിംഗ് ഉണ്ട്. അതിലിപ്പോ ഏതെങ്കിലും ടൈമിൽ നമുക്ക് ഡെയിലി കയറാം. പിന്നെ എല്ലാം ഇതിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടറിനാണെങ്കിലും സൗകര്യമാണ്. ഇതുപോലെ പ്രഗ്നന്റ് ലേഡീസും പിന്നെ ബാക്കി വലിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കും നമുക്ക് വർക്ക് ചെയ്യാൻ ഇപ്പൊ പോകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ കുറച്ച് റിസ്കി ആയതുകൊണ്ട് വാക്സിനേറ്റഡ് അല്ലാത്ത ഗ്രൂപ്പ് ഓഫ് അങ്ങനത്തെ ആൾക്കാർക്ക് ഇന്ന് ചെയ്യാം. പിന്നെ പേഷ്യൻസിനാണെങ്കിലും വളരെ സൗകര്യമാണ്. നിങ്ങളും ഈ സമയത്ത് ആശുപത്രി വരുന്ന അതിലും വലിയ റിസ്ക്കാണ്. ആശുപത്രി OP വരുന്ന പകുതി പേരും കോവിഡ് പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വെറുതെ വന്ന് ക്യൂ നിന്ന് അവിടെ നിന്ന് ഇൻഫെക്ഷൻ മേടിക്കണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചും വളരെ നല്ലതാണ്. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എല്ലാ ആശംസകളും ഡോക്ടർ. നല്ലത്. താങ്ക് യു. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് റേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിത് 5 കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുകയാണ്. നമ്മൾക്ക് ഡോക്ടർ ഏറ്റവും അവസാനം തന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് പ്രിസ്ക്രിപ്ഷൻ നമ്മൾക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾക്ക് ഇത് പ്രിന്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് പ്രിന്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ഇതിന്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് നമ്മളുടെ പ്രിന്ററും പേജസും കോപ്പീസും അതേപോലെ തന്നെ പേപ്പർ സൈസും എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് പ്രിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രിസ്ക്രിപ്ഷന്റെ പ്രിന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് eSanjeevaniക്കകത്ത് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്ത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.